മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ 15 വയസ്സിനു മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി പകൽ സമയങ്ങളിൽ ആവശ്യമായ സംരക്ഷണം നൽകുന്നതിനുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശിലാസ്ഥാപന കർമ്മത്തോടെ ആരംഭിച്ചു. ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രോപൊലിത്തയാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത്. മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി പകൽ സമയങ്ങളിൽ ആവശ്യമായ സംരക്ഷണം നൽകുന്നതിനുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശിലാസ്ഥാപനം കർമ്മത്തോടെ ആരംഭിച്ചു. ഒരു മുൻ അധ്യാപകനും ധനുശ്വരം കോളേജിന്റെ പ്രിൻസിപ്പലുമായി സേവനമനുഷ്ഠിച്ച പ്രിയപ്പെട്ട ഡോക്ടർ കെ മോഹൻകുമാറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമത്തിൻ്റെ ഒരു അഭിമാനമാണ്. ഇവിടെ നിന്ന് പഠിച്ചുയർന്ന് വലിയ നിലയിലെത്തി ഒരു കലാലയത്തിന്, കോളേജിന് നേതൃത്വം കൊടുത്ത് അനേകം ആളുകളെ പ്രബുദ്ധതയിൽ വളർത്തിയ ഒരു വ്യക്തി വീണ്ടും തൻ്റെ നാട്ടിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ആളുകളെ എപ്പോഴും സമൂഹം ആദരിക്കും എന്നുള്ളതാണ്. ഇവയുടെ പ്രസംഗത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ മെമ്പേഴ്സും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ സഹകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആളിനെ ശരിക്കും അളന്ന് തൂക്കി മനസ്സിലാക്കിയിട്ടാണ് ഈ മെമ്പേഴ്സ് എല്ലാം സഹകരിക്കുന്നത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനുള്ള ഉദ്ദേശം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. വ്യക്തിപരമായി അദ്ദേഹത്തിന് ശമ്പളത്തിൻ്റെ ആവശ്യമില്ല, റിട്ടയർഡ് പെൻഷനൊക്കെ അതുകൊണ്ടൊക്കെ മാനേജ് ചെയ്യും. പക്ഷെ അതല്ല, അദ്ദേഹം ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് പൂർത്തിയാക്കുവാൻ വേണ്ടി ഏത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ സ്ഥലവും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. മുകളിലുള്ള അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ അവരെ ശ്രദ്ധിക്കുക. സാധാരണ എല്ലാവരും നോർമലായിട്ടുള്ളവരെ ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ള ചിന്ത സാറിൽ കടന്നുകൂടി എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട് എന്ന് അദ്ദേഹം പഠനം നടത്തി. മാവേലിക്കര MLA MS അരുൺകുമാർ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വിലയ്ക്ക് വാങ്ങിയ ഭൂമിയിൽ നിന്ന് 20 സെന്റ് സ്ഥലത്ത് റീഹാബിലിറ്റേഷൻ സെന്റർ കെട്ടിടത്തിൽ മാറ്റിവെച്ചത്. MLAയുടെ സാന്നിധ്യത്തിൽ സീറോ മലങ്കര ഭദ്രാസനാധിപതി ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് തിരുമേനി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ സ്വാഗതം രേഖപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള ദേവി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള P അജിത്, V രാധാകൃഷ്ണൻ, ജയപ്രഭ ശിവരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ രാമചന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ആശാപ്രവർത്തകരും അംഗൻവാടി ജീവനക്കാരും മറ്റ് ബഹുജനങ്ങളും പങ്കെടുത്ത യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജോൺ വർഗീസ് നന്ദി രേഖപ്പെടുത്തി. CDNet ന്യൂസ് തെക്കേക്കര.